കഴിഞ്ഞ 2 നിയമസഭാ തിരഞ്ഞെടുപ്പിലും കനത്ത പരാജയമാണ് കേരളത്തിൽ കോൺഗ്രസ് നേരിട്ടത്. ഇത്തവണയും അധികാരത്തിലേറാനായില്ലെങ്കിൽ അത് കോൺഗ്രസിന് വരുത്തുന്ന ക്ഷീണം ചെറുതായിരിക്കില്ല. അതുകൊണ്ട് തന്നെ ഇക്കുറി എന്ത് വില കൊടുത്തും അധികാരം തിരികെ പിടിക്കാനുള്ള തീവ്ര ശ്രമത്തിലാണ് കോൺഗ്രസ്. ഭരണം പിടിക്കാൻ ഇത്തവണ പ്രിയങ്ക ഗാന്ധി തന്നെ നേരിട്ട് ഇറങ്ങിയേക്കുമെന്നാണ് ഏറ്റവും പുതിയ റിപ്പോർട്ട്. സംസ്ഥാന നേതൃത്വത്തിൽ ആഭ്യന്തര തർക്കം രൂക്ഷമായ സാഹചര്യത്തിൽ കൂടിയാണ് പ്രചരണം നയിക്കാൻ വയനാട് MP പ്രിയങ്കയെ തന്നെ ഇറക്കാനുള്ള ഹൈക്കമാൻഡിന്റെ നീക്കം. പ്രിയങ്കയുടെ നേതൃത്വത്തിൽ പ്രത്യേക കമ്മിറ്റി രൂപീകരിച്ച് ഈ കമ്മിറ്റിക്ക് പ്രചരണത്തിന്റെ പൂർണ്ണ ചുമതല നൽകും. സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിലും വലിയ ട്വിസ്റ്റുകൾ ഉണ്ടാകുമെന്നാണ് റിപ്പോർട്ടുകൾ. മുൻ KPCC പ്രസിഡന്റുമാരായ മുല്ലപ്പള്ളി രാമചന്ദ്രൻ, VM സുധീരൻ, മുൻ മന്ത്രി N ശക്തൻ തുടങ്ങിയവരെ രംഗത്തിറക്കാനാണ് പാർട്ടിയിലെ ആലോചന. തുടർച്ചയായി കോൺഗ്രസിന് ഒരു MLA പോലും ഇല്ലാത്ത കോഴിക്കോട് മുല്ലപ്പള്ളി രാമചന്ദ്രൻ ഇറങ്ങുമെന്നത് ഗുണം ചെയ്യുമെന്ന് നേതൃത്വം പറയുന്നുണ്ട്. തൃശൂരിൽ VM സുധീരനെ മത്സരിപ്പിക്കാനാണ് ആലോചന. തിരുവനന്തപുരത്ത് N ശക്തനെയും മത്സരിപ്പിച്ചേക്കും. ശക്തനെ മത്സരിപ്പിച്ച് കഴിഞ്ഞ തവണ നഷ്ടമായ നാടാർ വോട്ടുകൾ പെട്ടിയിലാക്കുകയാണ് ലക്ഷ്യം. പൊതുസമ്മതരായ നേതാക്കളെയും പരീക്ഷിച്ചേക്കും. കേരളത്തിൽ പൊതുവെ BJP-യാണ് കൂടുതൽ പൊതുസമ്മതരെ ഇറക്കാറുള്ളത്. എന്നാൽ ജയിക്കണമെങ്കിൽ 18 അടവും പഴറ്റേണ്ടി വരുമെന്നാണ് കോൺഗ്രസ് നേതൃത്വം പറയുന്നത്. അതേസമയം ഇത്രയൊക്കെ തയ്യാറെടുപ്പുകൾ നടത്തുമ്പോഴും പാർട്ടിക്കുള്ളിലെ തർക്കവും ഐക്യമില്ലായ്മയും നേതൃത്വത്തെ വലയ്ക്കുന്നുണ്ട്. കോൺഗ്രസിന്റെ തിരഞ്ഞെടുപ്പ് തന്ത്രജ്ഞനായ സുനിൽ കനുകൂലു ഇത് സംബന്ധിച്ച് വ്യക്തമായ മുന്നറിയിപ്പ് നേതൃത്വത്തിന് നൽകിയിരുന്നു. ഭരണവിരുദ്ധ വികാരം ശക്തമായി നിലനിൽക്കുന്ന ഈ സമയത്ത് സംസ്ഥാന ഘടകത്തിലെ നേതാക്കൾ തമ്മിൽ തല്ലുന്നത് പാർട്ടിയുടെ പ്രതീക്ഷകളെ തല്ലിക്കെടുത്തുമെന്നാണ് ഹൈക്കമാൻഡ് നൽകിയ റിപ്പോർട്ടിൽ കനുകൂലു വ്യക്തമാക്കിയത്. ഒറ്റക്കെട്ടായി നീങ്ങിയില്ലെങ്കിൽ വീണ്ടും പ്രതിപക്ഷത്ത് ഒതുങ്ങേണ്ടി വരുമെന്നും അദ്ദേഹം സൂചിപ്പിച്ചിരുന്നു. കോൺഗ്രസിലെ പോര് വിജയസാധ്യത ഇല്ലാതാക്കുമെന്ന ആശങ്കകൾ ഘടകകക്ഷികളും ഹൈക്കമാൻഡിനെ അറിയിച്ചിട്ടുണ്ട്. സംസ്ഥാനത്തിന്റെ ചുമതലയുള്ള ദീപാദാസ് മുൻഷിയുമായുള്ള കൂടിക്കാഴ്ചയിലാണ് നേതാക്കൾ ഈ ആശങ്ക പങ്കുവച്ചത്. അതേസമയം നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ജനപ്രിയരായ സീനിയർ നേതാക്കളെ മത്സരിപ്പിക്കാനുള്ള തന്ത്രവുമായിട്ടാണ് കോൺഗ്രസിന്റെ വരവ്. പരമാവധി സീറ്റുകൾ പിടിച്ചെടുക്കാൻ 18 അടവും പഴറ്റാനാണ് ശ്രമം. അതുകൊണ്ടാണ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ, VM സുധീരൻ, S ശക്തൻ തുടങ്ങിയ നേതാക്കളെ മത്സര രംഗത്തിറക്കാൻ കോൺഗ്രസ് തീരുമാനിച്ചത്. 2 പതിറ്റാണ്ടായി കോൺഗ്രസിന് ഒരു MLA പോലും ഇല്ലാത്ത ജില്ലയാണ് കോഴിക്കോട്. എന്നാൽ ജില്ലയിൽ ഉൾപ്പെടുന്ന 3 ലോക്സഭാ മണ്ഡലത്തിലും കോൺഗ്രസ് സ്ഥാനാർത്ഥികൾക്ക് ലഭിക്കുന്നത് മിന്നുന്ന ജയം. മുല്ലപ്പള്ളി രാമചന്ദ്രൻ മത്സരിച്ച 2 തിരഞ്ഞെടുപ്പിലും കോഴിക്കോട് ജില്ലയിൽ കോൺഗ്രസ് മത്സരിക്കുന്ന 2 നിയമസഭാ മണ്ഡലങ്ങളിലും കിട്ടിയത് നല്ല ഭൂരിപക്ഷമാണ്. മുല്ലപ്പള്ളി നിയമസഭയിലേക്ക് ഇറങ്ങിയാൽ ഈ സീറ്റുകൾ ഒന്ന് പിടിക്കാമെന്നാണ് കണക്കുകൂട്ടൽ.